കൊല്ലത്തു നിന്നാണ്, കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. തൃക്കോട്ടം സർവീസ് സഹകരണ ബാങ്ക്, അതാണ് എൻ്റെ ബാങ്കിൻ്റെ പേര്. പിന്നെ ഈ 3 ദിവസത്തെ ട്രെയിനിങ്ങിൽ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ സഹകരണ മേഖല വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഏറ്റവും അവസാനം ഈ ബോർഡ് ഓഫർമാർക്ക് ഈ റിപ്പോർട്ട് എഴുതേണ്ടാത്ത ഒരവസ്ഥ, അവരുടെ ഉത്തരവാദിത്വം കുറച്ച് കുറഞ്ഞെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ എഴുതിയാലും എഴുതിയാലും ബാധ്യത മൊത്തം ബോർഡ് ഓഫർ നൽകില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സഹകരണ സംഘം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ഒരു സഹകരണ സംഘം എങ്ങനെ കെട്ടിപ്പടുക്കാം, പൊതുജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ എങ്ങനെ ചെയ്യുന്നു. പൊതുജനങ്ങൾക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ഞങ്ങൾക്ക് കാലങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ക്ലാസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ വിശേഷം ഞാൻ സർവീസാണ് ഇവിടെ വന്നത്. ഏറ്റവും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടല്ലോ, അതിനുവേണ്ടിയാണ് ഞാൻ സഹകരണ സംഘം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പണം ഉള്ള സാമ്പത്തിക മേഖല പാവപ്പെട്ടവർക്കായാലും നമുക്ക് പണക്കാർക്കായാലും ഉള്ള ഒരു മേഖലയായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. ഞാൻ ആദ്യത്തെ ബോർഡ് മെമ്പറാണ്. അപ്പോൾ വന്ന് കയറി 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പല പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇവിടെ നമ്മൾ എന്ത് കിട്ടുന്നു കാര്യങ്ങൾ നമുക്കറിയണം. നല്ല രീതിയിൽ ഈ ക്ലാസ്സിൽ പോയിട്ട് അതിനൊക്കെയാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ കുന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വർഷമാണ്. അപ്പോൾ ഇന്ന് കേരളത്തിലെ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വെല്ലുവിളികളെ എങ്ങനെ മുറിച്ചു കടക്കണം, എങ്ങനെ ഇതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് ഇന്ന് സഹകരണ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമുക്ക് ഇവിടെ ഒരു ക്ലാസ്സിൽ അങ്ങനെ കഴിക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ വേണ്ട സർവീസാണ്. അപ്പോൾ സാധാരണക്കാരനെ രക്ഷപ്പെടുത്തുന്ന രീതിയിലും അതോടൊപ്പം ബാങ്കിൻ്റെ മെച്ചപ്പെടുന്ന രീതിയിലും ഉണ്ടാകുന്ന വളർച്ച ഉണ്ടാക്കണം ഇതിൻ്റെ രീതി ഈ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന ഉചിതമായ ക്ലാസ് കിട്ടുമെന്ന് വേണ്ട. രാമതളി സർവീസാണ് ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. ഇവിടെ പറഞ്ഞതുപോലെ നിലവിലിപ്പോൾ നമ്മുടെ സഹകരണ മേഖല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് ഞാൻ അങ്ങനെ അനുഭവിക്കുന്നത്. വല്ലാത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലും പലപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകൾ ഓരോ ദിവസവും ആശങ്കയിലാണ് മുന്നോട്ട് പോവുക. ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് പ്രായോഗിക രംഗത്ത് ഒരുപാട് പ്രയാസങ്ങളാണ് എളുപ്പമല്ലാതെ മാറിയിരിക്കുന്ന ഒരവസ്ഥ. വായ്പ കൊടുത്തുകൊണ്ട് മാത്രമേ സംഘങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. സ്ഥാപനമല്ല, ഒരു ഇടത്തരം സ്ഥാപനം. ആ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെയാണ് കാർഷിക മേഖലയിലേക്ക് ഒരുപാട് പരിമിതികൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃഷിയിലൊക്കെ ഒരു നാമമാത്രമായി മാറിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിൽ നമുക്ക് പ്രായോഗികമായിട്ട് നമ്മുടെ സംഘങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകാം, അങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും വ്യത്യസ്ത നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെയുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ എന്താണ് എന്നതുകൂടി അതിൽ കുറെ കൂടെ നമുക്ക് ഇതുമായിട്ട് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പറയാൻ നമ്മളിപ്പം തന്നെ കാർഷിക മേഖലയിൽ പല
പലതരത്തിലുള്ള കടങ്ങൾ കൊടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള കടങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് റിക്കവർ ചെയ്യേണ്ട മാർഗം വളരെ വളരെ വിദൂരാണെന്ന് തന്നെ പറയാം. അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ കാര്യമായിട്ട് അവർ അറിവ് വേണം. നിക്ഷേപ സമാധാനത്തോടും അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം പലപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറയുമ്പോൾ പറഞ്ഞു നമ്മൾ അതുകൊണ്ട് 1-2 എണ്ണപ്പെട്ട ബാങ്കിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞൊക്കെയാണ് നമ്മൾ സാധാരണ ആളുകൾ മുന്നിൽ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ഞങ്ങളുടെ ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിശ്ശിക നിവാരണമാണ്. ഈ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് കാര്യമായിട്ട് കിട്ടുന്ന ഒരു ബോർഡ്. പക്ഷെ ഞാൻ നേരെ 1-2 ഇവിടെ തന്നെ വേറെ ട്രെയിനിൽ വന്നിട്ടുണ്ടായിരുന്നു 2 മാസം മുമ്പ്. 1 ട്രെയിനിൽ പങ്കെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് കൂടുതൽ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ ഉപരിയായിട്ട് നമുക്ക് കിട്ടാൻ കടങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പം നമുക്കിപ്പം ഈ 31 വരെ നമ്മുടെ ആ ഒരു 4-5 മാസം കൊണ്ട് ഞങ്ങൾ അതിനകത്താണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയാനുള്ള ഒരു 10-20 വർഷം മുമ്പ് വരെയുള്ള ലോണുകൾ വരെ ഇപ്പോൾ അത് വളരെ കാര്യക്ഷമമായിട്ട് പിടിച്ച് ബാങ്കിൽ ഒരു ലാഭത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ മെച്ചപ്പെട്ട കാര്യങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നിക്ഷേപമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തിനാണെങ്കിലും നിക്ഷേപത്തിനെ ബന്ധപ്പെട്ട് നമ്മുടെ പൊതുജനങ്ങളെ സമീപിക്കുന്നതിനെ പറ്റി നിങ്ങളൊരു ഐഡിയ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയല്ല, ലോണിൻ്റെ കാര്യങ്ങൾ. ലോണിനാണ് ഇപ്പം തന്നെ ലോൺ കൊടുക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ കമ്പനികൾ ബോർഡ് നമ്മുടെ ബോർഡ് മെമ്പർമാർ അല്ലാത്തവരെ പോലും അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചുരുക്കം പറഞ്ഞാൽ പൊതുജനങ്ങൾ വരുമ്പോൾ നമ്മൾ അവരുടെ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെ മാക്സിമം തൃപ്തിപ്പെടുത്തി വിടാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ പറഞ്ഞതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. എങ്കിലും സർവീസ് വെല്ലുവിളികൾ നേരിടുകയാണ്. ഞങ്ങളുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തരത്തിലുള്ള വെല്ലുവിളികൾ ഇത് മുമ്പിരുന്ന ഭരണസമിതികൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഞാൻ 2.5 വർഷമായി ഞങ്ങൾ നേരിട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊരു നീതി സ്റ്റോറില്ലായിരുന്നു. ഞങ്ങൾ നീതി മെഡിക്കൽ സ്റ്റോർ തുടങ്ങി. അപ്പോൾ അത് നല്ല ലാഭത്തിൽ കൊടുക്കും. പിന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയൊരു വളക്കട. നമ്മൾ കാർഷിക മേഖല ആയതുകൊണ്ട് വളങ്ങളുടെ ഈ വിതരണങ്ങൾ തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അനുമതി കിട്ടണം. അതിനു വേണ്ടി അപേക്ഷ വെച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഞങ്ങൾക്ക് കൂടുതൽ പണമുള്ളത് കൊണ്ട് ആൾക്കാർ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത് 8% വരെ പലിശ കൊടുക്കണം. ഞങ്ങൾക്ക് അത് പുറത്തു കൊടുക്കാൻ ഈ നിയമതടസ്സം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക്. പക്ഷേ ഞങ്ങൾക്ക് അത് പുറത്ത് 10% കൊടുത്താലേ ബാങ്കിന് ലാഭം കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ചില നിബന്ധനകൾ എടുത്തു നമുക്ക് കൊടുക്കാൻ കഴിയണം. എന്നാലേ ഞങ്ങൾക്ക് ബാങ്കിന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പരിസരങ്ങളിലുള്ള ബാങ്കുകൾ തമ്മിലൊരു മത്സരം ഉണ്ടാകും. ഇത് ഞങ്ങളുടെ അടുത്തുള്ള പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും അടുത്തുള്ള ചില ബാങ്കുകളൊക്കെ ഭയങ്കര നഷ്ടത്തിലും കട്ടുമുടിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടോന്ന് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോട് മത്സരിക്കാൻ തോന്നുകയും ആ മത്സരത്തിന്റെ ഫലമായി നല്ല നിലയിൽ പരസ്പരം ബാങ്കുകൾ നന്നായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു സഹകരണ മേഖല ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ എഴുതിത്തള്ളൽ എന്ന് പറയുന്നത് അല്ലാതെ ഒരു മോശം ഇടപാടാണ്. അത് നിർത്തിക്കാണ്. സഹകരണ മേഖലയിൽ പഞ്ചായത്ത് ബാങ്കുകൾ അല്ല നിയമസഭാ വരുമ്പോഴത്തേക്കും ഭരിക്കുന്ന ഗവൺമെന്റ് ആൾക്കാരുണ്ട്. അവർ പറയുന്നത് എഴുത്തള്ളാൻ പോകുന്നത് ഈ അടയ്ക്കാതിരിക്കുന്ന മുഴുവൻ പൈസ അടയ്ക്കാതെ ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ 3000 രൂപ വായ്പ വരുന്നാലും ഈ 4 ഇഷ്ടങ്ങളും മറുപടി പൈസ അടയ്ക്കാതെ ആ നിലപാട് മാറ്റം വരും. നമ്മളത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇപ്പം ഞങ്ങളുടെ ബസ്സിൻ്റെ പൈസ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. എന്നോട് അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടയ്ക്കായിരിക്കും ബസ്സിന് കൊടുക്കാൻ വരാറുണ്ട്. ആ സ്ഥിതിയിലൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം വർഷങ്ങളുടെ നിലവിലെ
സെക്ഷനാണ് നമ്മൾ വരുമ്പോൾ അവിടെ കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല, സ്റ്റാഫിനെ കുറ്റം പറയില്ല. അവർ പലപ്പോഴും നമ്മുടെ ഒരു പരിചയം അനുസരിച്ച്, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് മറച്ചാണ്. നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്നത് അവർ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയണം. അത് ഇവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട്. അവർ മറച്ചു വയ്ക്കുന്ന കാര്യം എന്താണ് അവർ നമ്മളിൽ നിന്ന് മറയ്ക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വരുമ്പോൾ, നമ്മുടെ പരിശോധനകൾ അറിഞ്ഞു വരുമ്പോൾ അവർ പല പല ഒഴിവൊഴികൾ പറയും. എന്ന് ഞാൻ ലീവാറും, അല്ലെങ്കിൽ എനിക്കല്ലാതെന്ന് ചാർജ്. അപ്പം ആ കാര്യത്തിൽ അവരെല്ലാവരും, എത്ര സ്റ്റാഫുണ്ടെങ്കിലും അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഏത് യൂണിയനാണെങ്കിലും എന്താണെങ്കിലും ഒറ്റക്കെട്ടാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതിദാനം ചെയ്യുന്ന സഹകരണ ബാങ്കിൽ ഏറെക്കുറെ 7,000-7,300 മെമ്പർമാരാണ്. അവരുടെ ചെല്ലിക്കാശ് കൊണ്ടാണ് ആ ബാങ്ക് നന്നായി പ്രവർത്തിക്കുന്നത്. അവർക്ക് പരമാവധി നല്ല സേവനം, അഴിമതിയില്ലാത്ത ഒരു സേവനം കൊടുക്കുവാനാണ് നമ്മൾ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കോമൺവെൽസിനെ സംബന്ധിച്ച് അവർക്ക് പ്രസിഡന്റിനെയാണ് ഏറ്റവും വലിയ വിശ്വാസം. അവരൊപ്പിടുന്ന ഫൈനൽ പ്രസിഡന്റാണ് അവസാനം. അപ്പോൾ അതിലെന്തെങ്കിലും കറക്ഷൻ വന്നാൽ ഇതിലൂടെ അവർ അറിയാം. ഇത് അറിയാനുള്ള ഒരു കാര്യമാണ് കൂടുതലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിച്ചാണ് ഞാൻ ഗുഡ് മോർണിംഗ്. ഞാൻ ജില്ലയിൽ പഴനി സർവീസാറിൻ്റെ പ്രിൻസിപ്പലാണ്. 2 മാസമായിട്ട് പ്രസിഡൻ്റായിട്ട് ഇവിടെ വരുന്നത് തന്നെ സ്റ്റാഫിൻ്റെ കണക്കുകളുടെ മേലെ നോക്കേണ്ടത്. അഥവാ ഇപ്പോൾ സോഫ്റ്റ്വെയർ സമുദായത്തിൽ നമുക്ക് ഏതൊക്കെ വിൻഡോസ് തുറന്ന് അടിയന്തരമായി ആ ബാങ്കിൻ്റെ സ്ഥിതി അറിയാനുള്ള വഴികൾ, അതുവഴി തന്നെ അവിടെ ഡിലീറ്റഡ് ഡാറ്റ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട വഴികൾ, ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചുകൊണ്ട് അത്തരം സംഭവങ്ങൾ, പിന്നെ വെണ്ടർ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് ഒരു ഡാറ്റ പെടുന്നത്. അപ്പോൾ അത്തരം ഡാറ്റകൾ വെണ്ടറും ഒന്നിച്ചാൽ അവിടെ ഡെലീഷൻ നടക്കും. ഡെലീഷൻ നടന്നാൽ നമ്മുടെ കയ്യിൽ വരുന്ന റിപ്പോർട്ടിൽ അത് പിന്നെ മാൽഡായിട്ട് വരും. അതെങ്ങനെ പരിഹരിക്കാം? ഇതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തെ കുറിച്ചുള്ള ഉദാഹരണം, ഇതൊരു 3 കോളം അക്കൗണ്ടിങ് ആണ്. ഇതിനകത്ത് അഡ്വാൻസ് ഡ്യൂട്ട് ഉണ്ട്, ഡ്യൂ ബൈ ഉണ്ട്, തുടങ്ങിയ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അത്തരം അക്കൗണ്ടിങ്ങിൻ്റെ മേഖലയിൽ അത്യാവശ്യം വേണ്ട ഒരു ധാരണ പ്രസിഡന്റിനും അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കാൽവിക്കാരനായിരിക്കാതെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം കിട്ടണം. സാധാരണ രീതിയിൽ ഇത്തരം കോഴ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നതിൽ മോട്ടിവേഷൻ സൈഡ് കിട്ടും, ഓർഗനൈസേഷൻ കപ്പാസിറ്റി വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച് കിട്ടും. സഹകരണ മേഖല നാളിതുവരെ നടന്ന നാൾവഴികളിലെ നന്മകളെ കുറിച്ച് കുറേ സമയം പറയും. അവസാനത്തിന്റെ കോർ എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും 1/2 മണിക്കൂർ 1 മണിക്കൂറായിട്ട് ചുരുങ്ങി ചെയ്യും. അതുണ്ടാവരുത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാവണം. അതിലൊന്നാണ് അക്കൗണ്ടിങ് സെഷൻ. രണ്ടാമത്തത് ഗഹാൻ പോലുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് ലോണിന് വേണം. അപ്പൊ ഗഹാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പർമാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ആ ഗഹാന്റെ ഡീറ്റെയിൽസ് എന്താണ്, ഒരു ഹെക്ടർ, ഒരു ആറ്, ഒരു സെന്റ്, അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള മിനിമം ധാരണ, അതിൻ്റെ ഒരു കൺവേർഷൻ, അതുമായി ബന്ധപ്പെട്ട് ഗഹാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഉള്ളടക്കം, അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആ ഗഹാന്റെ കാലാവധി അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് കൂടെ കാണിച്ചിട്ട് ഒരു ഗഹാൻ ഡോക്യുമെന്റ് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അതിൻ്റെ അത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. മാനേജ്മെന്റ് സൈഡ് ഓക്കെ, അത് സിലബസ് ഉണ്ടാവും വിചാരിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് കോർ ഐറ്റംസ് ആയിട്ട് വരുന്നത് മാത്രം ആഗ്രഹിക്കുന്നു. എല്ലാവരും ആശംസിക്കുന്നു. പഴനി സർവീസ് പറയുന്നത് തൃശ്ശൂർ ജില്ല. അതുപോലെ തന്നെ ഇതിനെ പറയാനുള്ളത് ചങ്ങനാശ്ശേരി ജില്ലാ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയം ജില്ലയിലെ മികച്ച 2ാമത്തെ ബാങ്കാണ്. നമുക്ക് അട്ടപ്പാടി ബാങ്കിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്റ്റാഫുമായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും അത് തുറന്നു പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മിക്കവാറും അവിടുത്തെ തൊഴിലാളി സ്റ്റാഫ് മിക്കവാറും ഒരു
സംവിധാനത്തിൻ്റെ മുൻനിരക്കാരായി എന്നൊരു സംഘടന തലപ്പത്തിരിക്കുന്നവരായി. ഡയറക്ടർ ബോർഡ് അതിൻ്റെ താഴെയായിരിക്കും എന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രീയ സംഘടനാ സംവിധാനങ്ങളുടെ കാര്യമാണ്. അങ്ങനെ അവർ പറയുന്നത് ചില ബാങ്കുകളിൽ, ഞങ്ങളുടെ ബാങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ല, ഞാൻ പല ബാങ്കുകളും അറിയുന്നത് ഈ സ്റ്റാഫ് പറയുന്ന ഡയറക്ടർ ബോർഡ് മെമ്പർമാർ അനുസരിക്കേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ഇന്ന് കോമ്പറ്റീഷൻ എല്ലാ രംഗത്തും. ഇപ്പം സ്മോൾ ബാങ്ക് സ്ഥാപനങ്ങൾ, അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഞങ്ങളുടെ പ്രദേശത്ത് ഇപ്പം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒക്കെയാണ് അവർ ആവശ്യം. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിനെ ഒന്ന് നോക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെൻറ് റൂള്, മാറി മാറി വരുന്ന ഗവൺമെൻറ് റൂള്, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ കോർപ്പറേറ്റ് ഡയറക്ടർ ബോർഡിൻ്റെ റോള്, ഈ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഇടയിൽ സ്റ്റാഫിൻ്റെ പ്രവർത്തനങ്ങളിൽ ഡയറക്ടർ ബോർഡിന് എന്തുമാത്രം ഇടപെടാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു. ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള വലിയ ബാങ്കുകൾ അതാണ് മന്ത്രി 40 സംഘങ്ങളുടെ പേര് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ബന്ധം തുടങ്ങി. അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് അങ്കമാലി അർത്ഥം ബാങ്ക്, ഇടവും പലവും വലിയ ബാങ്കുകൾ, അവർ വളരെ വിശ്വസ്തമായി പ്രവർത്തിക്കുന്ന ബാങ്കുകൾ തകരാറിലായി സത്യത്തിൽ ഞങ്ങൾ ബാധിച്ചു. മനസ്സിലായി പലരും മതി കാണിക്കും. ഈ രസമെന്ന് പറയാൻ നിർത്തിയില്ല, ഒരു അനുഭാവം അത്ര അധികമില്ല. നമ്മൾ മറ്റിൽ പോകും. സഹകരണ മേഖലയിൽ കൊണ്ടൊന്നും കാശ് നിക്ഷേപിക്കുന്നില്ല. അപ്പുറത്ത് സ്റ്റേറ്റ് ബാങ്കുണ്ട്, അവിടെ തന്നെ ഫെഡറൽ ബാങ്കുണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കുണ്ട്, ഗ്രാമീൺ ബാങ്ക്, അതുപോലെ ഇതിന് വേണ്ടി ട്രസ്റ്റ് ഇല്ലല്ലോ. അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് ക്ഷീണം ചെയ്തിട്ടുണ്ട്. എങ്കിലും തട്ടിമുട്ടിപ്പോകുന്ന ശ്രമിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയുന്നുണ്ട്. പുറമേ നമുക്ക് എല്ലാം അറിയുന്നുണ്ട്. ആ നിലയ്ക്ക് അറിയുന്നുണ്ട്. കൈകാര്യം ചെയ്യാറുണ്ട്. കൃഷി നിവാരണം ഏതെങ്കിലും കൃഷി കിട്ടും. ആ കൃഷി നിവാരണം ഈ ക്ഷീണം വരുന്നത് നീട്ടിക്കൊണ്ടുപോയിട്ട് ആളുകളിൽ നിന്ന് ചെറിയ വിശ്വാസം കുറച്ച് നേരം നീക്കുക. കുറച്ച് ആശയം കൊണ്ടുവരില്ല, അല്ലെങ്കിൽ അപ്പേക്ക് വരില്ല. ചിന്തിച്ച് പോകുന്നതിലേക്ക് ഞങ്ങളുടെ മനസ്സിലാക്കി ഒക്കെ പിടിച്ചു അവർക്കാണ്